നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് 3-4 മാർക്ക് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മുൻവർഷ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് കാണുക, എല്ലാ ക്ലാസ്സുകളും കാണുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈം താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നത് ബന്ധമില്ലാതെ മാത്രം തെറ്റ്. ബാക്കി 3 ശരിയാണ്. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം ഏത് ഭാഷയിലായിരിക്കണം? മാതൃഭാഷയിൽ ആയിരിക്കണം. നൈം താലിം പദ്ധതി. ഈ നൈം താലിം പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ നിയമിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1937 വാർധാ സമ്മേളനമാണ്. വാർധാ സമ്മേളനം. നൈം താലിം എന്ന പദ്ധതി അല്ലെങ്കിൽ വാർധാ വിദ്യാഭ്യാസ പദ്ധതി 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ്. അപ്പോൾ PSC ഇങ്ങനെ ചോദിക്കും, 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാ? വാർധാ പദ്ധതി അഥവാ നൈം താലിം. എന്തായിരുന്നു ഈ നൈം താലിം പദ്ധതിയുടെ ലക്ഷ്യം? 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നതാണ് നൈം താലിം പദ്ധതിയുടെ ലക്ഷ്യം. ഗാന്ധിജി തന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഹരിജനാണ്. ഹരിജൻ എന്ന പത്രം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന ഉദ്ധരണി എന്ന വാക്യം ആരുടേതാണ്? വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തലു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇതാരുടെ വാക്കുകൾ? രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇനി കേശവ് ചന്ദ്ര സെൻ പറഞ്ഞത് എന്താണ്? ഇതൊക്കെ CRT ഫാക്ട്സ് ആണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ ആണ് ഇപ്രകാരം പറഞ്ഞത്. കേശവ് ചന്ദ്ര സെൻ. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇന്നു മുതൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫർ, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഉൾപ്പെട്ടതാര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെ? GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ. ഓർക്കുക. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം.
വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര് എന്താണ്? സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയത്. പ്രാചീന കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആയിരുന്നു പ്രാചീന കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ ആരാ? പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ. ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലം ഏതാണ്? മാവിലാന്തോട്. മാവിലാന്തോട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ടയായ മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ. കുഞ്ഞാലി മരക്കാരെ വധിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് കുഞ്ഞാലി മരക്കാരെ വധിച്ചത്. ഇംഗ്ലീഷ് എതിർത്ത ആദ്യത്തെ കോട്ടയം രാജാവ് ആര്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജാവാര്? സാമൂതിരിയാണ്. സാമൂതിരി. ഇനി കൊച്ചിയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരാണ്? ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പ്രാചീന കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം ഹിൽ പാലസ് തൃപ്പൂണിത്തുറ. കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജാവ് സാമൂതിരിയാണ്. കൊച്ചിയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ്. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പൽ. ഇംഗ്ലീഷ് എതിർത്ത ആദ്യത്തെ കോട്ടയം രാജാവ് പഴശ്ശിരാജയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണ്. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ. ഓർക്കുക. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലം ഏതാ? മാവിലാന്തോട്. മാവിലാന്തോട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നിവയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് 1950 ജനുവരി മാസം 26. 1950 ജനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാൻ എടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നതെന്നായിരുന്നു? 1946 ഡിസംബർ മാസം 9. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചതെന്നായിരുന്നു? 1949 നവംബർ മാസം 26. 1949 നവംബർ മാസം 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ് ഈ നവംബർ 26 പ്രത്യേകത? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത്. ഇനി ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 26. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. സച്ചിദാനന്ദ സിൻഹ. ഓക്കെ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചതാരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദാണ് അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ
തിരുവിതാംകൂർ ഭരണാധികാരി. ആധുനിക കേരളത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് ആധുനിക കേരളത്തിന്റെ സുവർണകാലം എന്ന് അറിയപ്പെടുന്നത്. KP കേശവമേനോന്റെ നേതൃത്വത്തിൽ എവിടെ നിന്നുമാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയത്? കോഴിക്കോട് നിന്നുമാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയത്. വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനം? PN പണിക്കരുടെ ചരമദിനം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. തിരുവിതാംകൂറിലെ പ്രസിദ്ധനായ ദിവാനായിരുന്ന രാജാ കേശവദാസൻ ഏത് രാജാവിന്റെ ദിവാനായിരുന്നു? ധർമ്മരാജാവ് കാർത്തിക തിരുനാളിന്റെ ദിവാനായിരുന്നു. ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് വേണാട്ടിലെ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. കോഴിക്കോട്. അടുത്ത ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവല്ലയിലെ ഇരവി പേരൂരിൽ ജനിച്ചതാരാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാ? ചട്ടമ്പി സ്വാമികളാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? അതും ചട്ടമ്പി സ്വാമികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാന പ്രവർത്തന രംഗമായിരുന്നത് ഏത് സമുദായം? നായർ സമുദായമാണ്. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം ഏതായിരുന്നു? മലബാർ കലാപമാണ്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ന? 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ അല്ലെങ്കിൽ കേരളീയർ നടത്തിയ ആദ്യത്തെ സംഘടിത സായുധ സമരം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപമാണ്. വർഷം 1721. സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. 1947 K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ്? തൃശൂരിലാണ് ഐക്യ കേരള സമ്മേളനം നടന്നത്. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്യ കലാപം. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. എന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. നടന്ന വർഷം 1812. ഇതെല്ലാം ചോദ്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം 1881 കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച കേരളമിത്രമാണ്. ഇതിന്റെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേരളമിത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? EV രാമസ്വാമി നായിക്കർ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920 ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് EV രാമസ്വാമി നായിക്കർ ആണെന്ന് ഓർക്കുക. 1947 K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിലാണ്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരമാണ് മലബാർ കലാപം. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. കേരളമിത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം കുറിച്യ കലാപം. ഇതിന്റെ നേതാവ് രാമനമ്പി. വർഷം 1812. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഫാക്ട്സ് ഒറ്റ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫറും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.